ഹായ് ഗായ്സ്, ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 83 റിയാക്ഷൻ ആണ്. റിയാക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. ഐ ലവ് യു വീഡിയോ, ഐ ആം ഫ്രം ഫിൻലാൻഡ്. കണ്ടാ, ഫിൻലാൻഡിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഉണ്ട്. ഹായ് ശരത്തെ, എനിക്ക് ഭയങ്കര വിഷമം വരുന്നു. കാരണം എന്താണെന്നറിയോ? എനിക്കറിയില്ല. ഈ ബിഗ് ബോസ് തീരാൻ പോകുന്നു. ഓ അതായിരുന്ന. ഇനി നിന്റെ റിവ്യൂ കാണാൻ കഴിയില്ലല്ലോ. ബിഗ് ബോസ് കാണാനൊന്നും അല്ല ഇവിടെ വരുന്നത്. പിന്നെന്തിനാ? നിന്നെ കാണാനും നിന്റെ റിവ്യൂ കേൾക്കാനും ആണടാ മുത്തേ. സങ്കടം വന്നിട്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. ഞാൻ ബിഗ് ബോസ് തീർന്നു വെച്ച് വീഡിയോ ഇടല് നിർത്തില്ല. എന്നും വരണം. ശ്രീധുവിനോട് പോവാൻ പറ. ഞാനില്ലേ. പിന്നെന്തിനാ മുത്ത് നിനക്ക് അവൾ ഉണ്ടോ? അല്ലത് ആരാ? അവിടെ വേറെ അവരുടെ കമന്റ് വായിക്കുന്നില്ല എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. ആ കമന്റ് ഒക്കെ ഞാൻ ഇവിടെ കൊടുക്കാം. ഹാപ്പി ആയില്ല? അപ്പൊ സംസാരിച്ച സമയം കളയുന്നില്ല. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യടിയാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വെറുതെ വീഡിയോ കണ്ടോണ്ടിരിക്കല്ലേ, ഇല്ല ചെലവൊന്നുമില്ലല്ലോ. പ്ലീസ്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. എന്താ സായി ഇങ്ങനെ ചിരിക്കണേ? ടാസ്ക് 9 ചോർച്ച സിദ്ധാന്തം. ടിക്കറ്റ് ഫിനാലയുടെ 9ാമത്തെ ടാസ്ക് ആയിരുന്നു ആദ്യം തന്നെ ചോർച്ച സിദ്ധാന്തം. പല വലിപ്പത്തിലുള്ള 3 കളങ്ങളും. അപ്പൊ നമ്മുടെ മുറ്റത്ത് 3 റൗണ്ടിലുള്ള കളങ്ങൾ വരച്ചിട്ടുണ്ട്. എല്ലാ കണ്ടസ്റ്റന്റ്സിനും ഒരു ചാക്കിന്റെ ബാഗ് കൊടുക്കും. ചെറിയ ദ്വാരമുള്ള ചാക്കുകളും കാണാം. അത് തോളത്തിട്ടിട്ട് ഓടണം. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരുത്തർ ഓടണം. ഒരാൾക്ക് പുറകിൽ മറ്റൊരാൾ എന്ന രീതിയിൽ. അതിന്റെ ഓർഡർ തെറ്റിക്കാൻ പാടില്ല. ഓൾസോ ഈ ബാക്കിലെ ചാക്കില്ലേ, അതിൽ ചെറിയൊരു ഓട്ടയും ബിഗ് ബോസ് ഇട്ടിട്ടുണ്ടാവും. ഈ ചാക്കിൽ മൊത്തം തെർമോക്കോളും നിറച്ചിട്ടുണ്ടാവും. ബസർ അടിക്കുമ്പോൾ ഓടണം. ഓടി ഓടുമ്പോൾ ഫ്രണ്ടിലുള്ള ആളുടെ മാത്രം നമ്മൾ ഇത് പൊട്ടിച്ച് കളയാൻ നോക്കണം. അങ്ങനെ ഓരോ റൗണ്ട് തീരുന്തോറും ഓരോരുത്തരെ പുറത്താക്കി അവസാനം വരുന്ന വ്യക്തി വിജയിക്കും. അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ച് കളങ്ങൾ മാറേണ്ടതാണ്. ആള് കുറയുന്നതിനനുസരിച്ച് ട്രാക്ക് ഉള്ളിലേക്ക് ആയി വരണം. അതൊക്കെ ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പൊ മത്സരം സ്റ്റാർട്ട് ചെയ്തു. ഇത് പണ്ട് സ്കൂൾ വിട്ടിട്ട് പിള്ളേർ ഓടില്ലേ, അതുപോലെ ബാഗ് ഇട്ടിട്ട് ഓടണാണ്. അർജുൻ ഫ്രണ്ടിൽ ആളുടെ പൊട്ടിക്കാൻ വേണ്ടിട്ട് ഓടാ. ഇതെന്താ നീങ്ങാത്ത? എടാ ചിന്തപ്പോ വിടറാ, ഞാൻ ഓടട്ടാ. അർജുൻ പറയണേ, പിടിച്ചു വെക്കാൻ പറ്റും, ഞാൻ പൊട്ടിക്കിട്ടെ. അർജുൻ എന്റെ പൊന്നു ചിന്തിച്ചിട്ടൊന്നും പിടിച്ചു വലിക്കാണ്ടിരിക്കേ. എന്റെ ശ്രീധുവിനെ തൊട്ട് നീ കളിക്കുന്നല്ലാണ്ട് ഓടല്ല വാർക്ക. ഓ ജാസ്മിൻ ഒടുക്കത്തെ ബുദ്ധിയാട്ടാ. ബാഗ് ഒരു ഫ്രണ്ടിൽ പിടിച്ച് ഓടണം. ദേ ഒരാൾ ഒറ്റയ്ക്ക് ഓടണം. ഒന്നിന് പുറകെ ഒന്നല്ലേ? ജാസ്മിൻ പറയാ, അതൊന്നും നോക്കണ്ട, നമ്മൾ ഓടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് ഓടാ, നിർത്താൻ പാടില്ല. ആര് പോയാലും ഇല്ലെങ്കിലും നമ്മൾ ഓടാ. ഋഷി അങ്ങനെയാണോ നേരത്തെ പറയണ്ടേ? ഞാൻ ഓടാ. ബെസ്റ്റ്. ഓടി ഫസ്റ്റ് റൗണ്ട് ഫിനിഷായി. ജാസ്മിന്റെ ഓടി പട്ടിയായി. അവിടെ ഒന്നിന് എന്റെ അമ്മോ, ആരാണ് ഈ ടാസ്ക് ഒക്കെ കണ്ടുപിടിച്ചേ? അഭിഷേക്. അപ്പൊ ആരുടെ ചാക്കിലാണ് ഏറ്റവും കുറവ് തെർമോക്കോൾ എന്ന് നോക്കിയപ്പോ നമ്മുടെ അഭിഷേകിന്റെ ചാക്കിലാണ്. അങ്ങനെ അഭിഷേക് ഈ റൗണ്ടിൽ നിന്നും പുറത്തായി. അടുത്ത റൗണ്ട് തുടങ്ങി. ക്രമം തെറ്റിക്കാൻ പാടില്ല. നൂറ് ഇത് ആരുടെ ബാക്കിന്ന് വിളിക്കണേ? ശ്രീതു വിട്ടടി. ക്രമം തെറ്റിക്കാതെ ഓടടാ. ബിഗ് ബോസ് പറഞ്ഞു കേട്ടില്ലേ നിങ്ങള്? ശ്രീതു നൂറ് അടിയോടടി. ജാസ്മിനെ ഭയങ്കര ബുദ്ധി തന്നെ. ജാസ്മിൻ ഫ്രണ്ടില് വെച്ചിട്ട് ഓടുന്നത്. ബാഗ് ഒരു ഫ്രണ്ടിൽ പിടിച്ചോണ്ട് ഓടുന്നത്. ഋഷി ബിഗ് ബോസ് ബാഗ് ഒരു ഫ്രണ്ടിൽ പിടിക്കണമെന്ന് വിളിച്ചോറഞ്ഞേ. അങ്ങനെ സെക്കൻഡ് റൗണ്ട് ബസർ അടിച്ചു. സിജോന്റെ കൈ നമ്മുടെ ശ്രീധുവിന്റെ ബാഗിന്റെ ഉള്ളിൽ. ബിഗ് ബോസ് ഫ്രണ്ടില്
സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞ ജാസ്മിൻ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മയുടെ ഒരു ഗെയിം ഉണ്ടാക്കി വെച്ചാണ് വെയിലത്തോടാൻ വേണ്ടിട്ട് മനുഷ്യനെ കൊല്ലാൻ വേണ്ടിട്ട് ഓരോ ഗെയിമും കൊണ്ടുവന്നോളും ഈ ബിഗ് ബോസ്. ബാഗ് ഫ്രണ്ടിൽ തൂക്കാനല്ല പറഞ്ഞത്. അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ബാഗ് ഫ്രണ്ടിലിട്ട് ഓടാൻ പാടില്ല എന്ന്. ജാസ്മിൻ വെള്ളം കുടിച്ചോണ്ടിരിക്കുക, ശ്വാസം കിട്ടില്ല. അപ്പൊ ഋഷി ഫ്രണ്ടിലോട്ട് പിടിച്ചു ജാസ്മിൻ. പറഞ്ഞില്ലേ ഈ ജാസ്മിൻ അങ്ങനെ ഓടിയ എന്റെ പൊന്നു ഋഷി ഞാൻ സമ്മതിച്ചടാ. എല്ലാവരും പരസ്പരം പരിശോധിക്കുക. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവരും പരസ്പരം പരിശോധിക്കുക. അപ്പൊ എല്ലാവരും തെർമോക്കോൾ എടുക്ക്. പരസ്പരം പരിശോധിക്കുക. ബിഗ് ബോസ് ഈ മണ്ടന്മാരെ കൊണ്ട് എടാ തെർമോക്കോൾ പരിശോധിക്കാനല്ലടാ, ബാഗ് കറക്റ്റ് ഇടല്ലേ എന്ന് പരിശോധിക്കാൻ. പരസ്പരം നോക്കാൻ പറഞ്ഞത് ബാഗ് ശരിയായാണ് ധരിച്ചത് എന്നാണ്. ആരാണ് പുറത്തായത്? ശ്രീതു. അങ്ങനെ സെക്കൻഡ് റൗണ്ടിലെ ഏറ്റവും കുറവ് ആരുടെയിലാന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോ നമ്മുടെ ശ്രീതുവിന്റെ ബാഗിലാണ് ഏറ്റവും കുറവ്. അങ്ങനെ ശ്രീതു ഈ റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുകയാണ്. ശ്രീതു വേഗം പൊക്കോ, വെയിലത്ത് നിന്നാലേ ടാൻ അടിക്കും. ജാസ്മിന്റെ ബാഗ് ഋഷി വലിച്ചു കീറി തെർമോകോളൊക്കെ എടുത്ത് കളഞ്ഞ്. ജാസ്മിന് നടക്കാൻ തന്നെ പറ്റുള്ളൂ, അപ്പോഴാണ് ഇനി ഓടാൻ പറയണേ. അർജുൻ ഇപ്പോഴാണ് നമ്മുടെ ചിൻറ്റോ ചേട്ടൻ ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ടത്. അർജുൻ കിട്ടിയ ക്യാപ്പിൽ ഓടിപ്പോയി നന്ദനയുടെ ബാഗ് പൊട്ടിച്ച് സാധനം കളയാൻ നോക്കാം. കിട്ടും. നന്ദന തിരിഞ്ഞ് അർജുന്റെ ബാഗ് വലിക്കുന്നു. എടി അത് ഫൗളാണ്. അല്ല നന്ദന, പിന്നെ ബാഗ് പിടിച്ച് വലിച്ചു കീറി കളയാനല്ലേ ബിഗ് ബോസ് പറഞ്ഞേ. അവനതല്ലേ ചെയ്യണേ. അർജുൻ എടി മുമ്പിലാളെ മാത്രം പൊട്ടിക്കാൻ പാടുള്ളൂ. എന്റെ ഫ്രണ്ട് നീയാണ്. ഓട്. നോറയുടെ തോളി കിടന്ന ബാഗ് സിജോ കൈയിട്ട് വലിച്ചു കഴിഞ്ഞപ്പോ സിജോന്റെ കയ്യിലിരിക്കുന്നു. തോള് ഇങ്ങനെ കൂടെ ആയിട്ടുണ്ട്. അത് വേണ്ട നോറ. ദേ അതിന്റെ അടിക്ക് നോറയും ശ്രീതു അടിയാവും. നോറ എന്റെ പുറം പോയി, ഞാൻ പിന്നെ ഊരി കാണിക്കണോടാ. ഇവിടെ മൊത്തം ഞാൻ ഊരി കാണിച്ചായിരുന്നു. നോറെ അതൊന്നും ചെയ്തിട്ടാ. ജാസ്മിൻ പുറത്തായിട്ടില്ല. നോറ ബാഗ് ജാസ്മിൻ പുല്ല് എനിക്ക് വയ്യേ. ബാബാ കെട്ടിത്തരാ, ബാ ജിന്ന വാ കെട്ടിത്തരാ. ജാസ്മിൻ എന്റെ പാവൻ നോർ ഇത്രയും ദിവസം കരഞ്ഞില്ല. ദേ ഇരുന്ന് കരയണ്. എന്നെ കരയിപ്പിച്ചപ്പോ നിങ്ങക്ക് സമാധാനമായില്ല. അയ്യോ ഇതാരെ കിടക്കണേ. ബിഗ് ബോസ് ഓടണം എന്ന് പറയുമ്പോ ഓടണം ചുറ്റും എല്ലാരും കിടന്നിട്ട്. ഓ ശരിടാ. ഞാൻ അങ്ങോട്ട് പോവാൻ പറ്റില്ല, എനിക്ക് പറ്റണില്ലേ. പിടിച്ചിങ്ങനെ ആക്കിട്ട് ഓടാ വേണ്ടല്ലാണ്ട്. ശരി വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടപ്പ് കണ്ട നിക്കല്ലേ വേണ്ട ആരും. ദേ ജാസ്മിൻ എന്നെ പറ്റി. അതോരോരുത്തർ ഗെയിമാകുമ്പോ ഞാൻ ഫ്രണ്ടിൽ കൂടെ ഓടും. നല്ല ഗെയിം നന്ദന. നീ അല്ല അർജുൻ പിടിച്ച് കീറാൻ നോക്കിയപ്പോ അർജുനെ പിടിച്ചിടിച്ചത്. ഓടാണ്ട് അവിടെ നിന്ന് പറിച്ചോ നിന്ന് കൊടുക്കുക. ഡയലോഗ് അടിക്കണോ. ബിഗ് ബോസേ ജാസ്മിൻ ഒന്ന് വിളിക്കാതെ തല ഇറങ്ങിയാണ്. നോറയ്ക്ക് ജാസ്മിനോട് ഇത്ര പോണ്ടാ. ജാസ്മിൻ തല ഇറങ്ങി കിടന്നപ്പോഴേക്കും ടെലിപ്പതി കാരണം നോറതെ അകത്തേക്ക് പോണ്. ശരി നോറയുടെ കാര്യത്തിന് കരയാൻ വേണ്ടി പോയതാണല്ലോ. ഞാൻ വിചാരിച്ചു ജാസ്മിൻ വിളിച്ചിട്ട് ആത്മബന്ധം കൊണ്ട് പോയതാണ്. എല്ലാത്തിനും പരിക്കാണല്ലോടേ. ജാസ്മിന്റെ കിളി മാറിയിട്ടുണ്ട്. മെഡിക്കൽ റൂമിലേക്ക് വരിക. പാവടാ. നല്ല ഓക്കെയാ. ജാസ്മിന് പിടിക്കാൻ പോലും ഒരു മനുഷ്യനില്ല. എന്താ അല്ലേ. ജാസ്മിൻ എന്തോ കാര്യമായിട്ട് BP ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് കയ്യിലേക്ക് നോറ എനിക്ക് നല്ല വേദനയുണ്ട്. ജാസ്മിനെ ഇപ്പൊ ഇത്ര ഉള്ളൂ. വെയിലത്ത് 2 റൗണ്ട് ഓടുമ്പോഴേക്കും തല ഇറങ്ങി വീഴുന്ന കുട്ടിയാണ് ജാസ്മിൻ. ഞാൻ കാര്യം പറയട്ടെ, സ്കൂളിൽ അസംബ്ലിക്ക് നിൽക്കുമ്പോ തല ഇറങ്ങി വീഴാറില്ലേ. ആരാണ് പുറത്തായത്? ഏറ്റവും കുറവ് ജാസ്മിന്റെ ബാഗ്. ബിഗ് ബോസ് വെച്ച് ഈ റൗണ്ടിൽ ആരെ പുറത്തായെന്ന് അപ്പൊ ജാസ്മിനാന്ന് പറഞ്ഞു. അപ്പൊ നോറ പറഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യാണ്. എന്റെ ബാഗ് ഏതാ എന്താ പറഞ്ഞാ നോറ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട ഞാൻ ഓടി തോറ്റോളാം. മെഡിക്കൽ റൂം പറയണോ നിനക്ക്? സിജോ അങ്ങനെ ചോദിച്ചപ്പോ നോറ എന്റെ വള്ളി പിടിച്ച് പൊട്ടിച്ച് വലിച്ചെടുത്തതും പോരാ, ഞാൻ മെഡിക്കൽ റൂമിലേക്ക് കൂടി ആക്കണല്ലോ നിനക്ക്. കളിയിലൊരു ട്വിസ്റ്റ്. എന്താ ട്വിസ്റ്റ്? നേരത്തെ ഓടിയതിന്റെ എതിർഭാഗത്തേക്കാണ് ഇനി ഓടേണ്ടത്. അടിപൊളി. അർജുൻ 3G പിന്നിൽ വരും. ഓക്കെ. നന്ദനി അർജുനെ കൊല്ലും. ഇങ്ങോട്ട് ഓടണം. എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഓരോ റൗണ്ട് കഴിയുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമായിരുന്നു. ഇത്രയും റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചത് എന്തിട്ടാന്ന് എനിക്ക് മനസ്സിലായില്ല. നന്ദനായിട്ട് പിടിക്കില്ല. അപ്പൊ തിരിഞ്ഞോടി തുടങ്ങി.
അപ്പൊ നമ്മുടെ നന്ദനയുടെ പുറകിലുള്ളത് ആരാന്നറിയോ? നന്ദനയുടെ ആങ്ങള സിജോ, പെങ്ങളൂട്ടൂരി പാസല്ലേ. ശ്രീത് വിളിച്ചു ചോദിച്ചു, സിജോ ഇപ്പൊ നീ പൊട്ടിക്കണില്ലേ? എന്റെ പൊട്ടിക്കാൻ നിനക്ക് എന്തായിരുന്നു ഇൻട്രസ്റ്റ്? ശ്രീത് നൈസായിട്ട് ഒരു ഗ്യാപ്പിൽ ഒരു തగ్గടിക്കുന്നുണ്ട്. അർജുൻ ഓടായിരുന്നു, ഇപ്പൊ പെങ്ങളൂട്ടി പിടിച്ചൊരു ഒറ്റ വലി, അർജുന്റെ ബാഗ് പൊട്ടി. പൊട്ടിക്കാൻ പാടില്ല. തുടർന്ന് അർജുൻ പറഞ്ഞു ഞാനൊന്ന് കെട്ടട്ടെ, നീ അത് വലിക്കാണ്ടിരിക്കേ. ഇല്ല ചേട്ടൻ കെട്ടിക്കോ ബാക്കിൽ കെട്ടേട്ടാ. അങ്ങനെ വെയിറ്റ് ചെയ്യാൻ ബാക്കി കെട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും വലിക്കും. അപ്പൊ അർജുൻ ഇങ്ങനെ കെട്ടാൻ പോകുമ്പോ പിന്നെയും വലിക്കും. ബാക്കിൽ നിന്ന് കെട്ടിക്കണം, നീ പൊട്ടിച്ചോ? അർജുൻ ഇങ്ങനെ കെട്ടാൻ പോകുമ്പോ പിന്നെയും വലിക്കും, കെട്ടാൻ പോകുമ്പോൾ വലിക്കും, കെട്ടാൻ പോകുമ്പോൾ വലിക്കും. ഇതൊക്കെ കണ്ട അർജുൻ അങ്ങോട്ട് പൊളിഞ്ഞു കേറി. മാറി, ഞാൻ ബാക്കി കെട്ടാ, നീ പൊട്ടിച്ചോ? അത് പിന്നെ ഒരു കുഴപ്പമില്ല അർജുൻ, ആർക്കാണെങ്കിൽ ദേഷ്യം വരും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരുന്നു. അതും കട്ട് ചെയ്തു. ഇത് വേണ്ട. വീണതൊന്നും കാണാൻ പറ്റണല്ലോ. പെങ്ങളൂട്ടി വീണപ്പോഴേക്കും ആങ്ങളമാര് ഓടി വന്നു. ഓ എന്താ പാസം. വേറെ സീൻ ഇട്ടിട്ടാ, നന്ദന വീണ വഴിയൊന്നും കരഞ്ഞില്ല, എല്ലാരും ഓടിക്കൂടി കഴിഞ്ഞപ്പോ ഇത് നന്ദനയുടെ അഭിനയമാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്, അഭിനയം അല്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തായാലും എനിക്ക് അഭിനയമായിട്ട് തോന്നിയ ഇത്ര നാച്ചുറൽ ആയിട്ടൊക്കെ ഒരാൾക്ക് കരയാൻ പറ്റൂടെ? ഇതെന്തുവാ? വീട് കൊല്ല ബാക്കല്ലേ, പിന്നെ ഫ്രണ്ടാ. മെഡിക്കൽ റൂം വേണ്ട, ബാക്കല്ല പ്ലീസ്. ഇതെന്തോന്ന്? ബിഗ് ബോസ് പ്ലീസ്, മെഡിക്കൽ റൂം വേണ്ട. നന്ദനോടി ബാത്റൂമിലേക്ക് പോണ്, ശ്രീത് പുറക്കെ. നല്ല ആക്ടിങ്. ഓക്കെ, ഇതൊക്കെ കാണിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ സിമ്പതി കിട്ടുന്നാണ് വിചാരം. കിട്ടി തന്നെ. തൊട്ടത് അർജുനിയാ, അർജുന്റെ ഫാൻസ് വിടോ. നന്ദനയുടെ പോക്ക് കണ്ടിട്ട് നന്ദന ഇനി കളിക്കാൻ പോളാട്ടോ, അത്രക്ക് പണി കിട്ടിണ്ടെന്നാ നന്ദന പറയുന്നത്. ഷോ നല്ല വേദന എടുത്ത് കാണും, പാവം കൊച്ച്. ഇനി കളിക്കണ്ടാട്ടോ. ഞാൻ പറഞ്ഞ ബാഗിട്ടെ അവള് പിന്നെ വർഷം എനിക്ക്. അർജുനെ പെങ്ങളൂട്ടിയുടെ ആങ്ങളമാര് ചോദ്യം ചെയ്യാണ്, കരയുണ്ട് പാവം. അപ്പതേ അവിടെ നിന്ന് ഒരാള് വന്ന്, എന്താ പറ്റിയേ? നീ ഇവിടെ ഇരുന്ന. എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് കിടക്കണോ? ഒറ്റക്ക് പോവോ? തല ഇറങ്ങിയ ആളോട് ഒരാൾ ചോദിക്കണേ, കൊഴപ്പൊന്നുമില്ലല്ലോ ഒറ്റയ്ക്ക് പൊക്കൊള്ളിയെന്ന്. ഇത് മൈൻഡാണ് നോറ. ഫസ്റ്റ് നീ മീൻസ് ഇടത്തില്ല. അർജുൻ വന്നിട്ട് അഭിഷേകിനോട് ചോദിക്കുക, എടാ ഞാൻ എന്താ ചെയ്ത, എനിക്കൊന്നും ഓർമ്മയില്ല. കറക്കി അവൾ പറഞ്ഞൊന്നും ഓ ഇങ്ങനെ വലിച്ചപ്പോ ഇങ്ങനെ വീണ. ഇത്ര വട്ടം നോക്കിയായ ശരി വയ്യാന്ന് പറഞ്ഞ് ഞാൻ അവളെ ദേഹത്തോട്ട്. നന്ദന ടിക്കറ്റ് ഫിനാലയുടെ ടാസ്ക് തുടങ്ങി അന്നോട്ട് എല്ലാ ദിവസവും ഈ ബ്ലാക്ക് ജീൻസ് ഇടുന്നുണ്ട്. ഇതുവരെ ദൂരില്ലടേ, 4 ദിവസമായില്ല. നന്ദന കുഴപ്പമില്ല ചേട്ടാ, ഞാൻ നോക്കിയാണ്. അപ്പുറത്ത് ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് അല്ലെ കറക്റ്റ് ക്യാമറയുടെ ഫ്രണ്ടിലെത്തിപ്പോ കരഞ്ഞു കാണിക്കുന്നത് ഒരു വല്ലാത്ത കഴിവ് തന്നെ. പക്ഷെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്, ആ ക്യാമറ ഷൂട്ട് ചെയ്തില്ല, അത് ഡമ്മി ക്യാമറ ആയിരുന്നു തോന്നുന്നു. അവിടെ ഒരാള്. ശ്രദ്ധിക്കുക, മത്സരം തുടരാം. പെങ്ങളൂട്ടിയും 3 ആങ്ങളമാരും. ഇതിന് കുറ്റബോധമായി. ഞാൻ കാരണം അവള് വീഴുകയും ചെയ്ത് എനിക്കത് നെഗറ്റീവ് ആവും, കാരണം സ്ത്രീകളെ ആക്രമിച്ചു എന്നും പറഞ്ഞ് എനിക്ക് നെഗറ്റീവ് ആവുമെന്നും പറഞ്ഞ് അർജുന് ടെൻഷൻ. അർജുൻ ഒരു കാര്യം ചെയ്യാം, ഈ ബാഗ് കീറിയിട്ട് തെർമോക്കോള് കളഞ്ഞ് റൗണ്ടിൽ നിന്ന് അങ്ങോട്ട് ഔട്ടാവാം, അതായിരിക്കും നല്ലത്. അങ്ങനെ അർജുൻ എടുത്ത് കളഞ്ഞപ്പോ ഋഷി തടയുണ്ട്, പക്ഷെ അർജുൻ എടുത്ത് കളഞ്ഞ് അങ്ങനെ 2 പേര് റൗണ്ടിൽ ഔട്ട് ആവുന്നത് കൊണ്ട് നോറയും അർജുനും ഔട്ടായി. അടുത്ത റൗണ്ട് ജിൻഡോ, നന്ദന, സായി, ഋഷി, സിജോ 5 പേരായിരുന്നു. അവിടെ അടി എന്താ നോക്കി, നന്ദനെ എവിടെ കൊണ്ടുവന്ന് വെച്ചാലും പ്രശ്നമുള്ളത്. അല്ല സിജോ, നീ നന്ദനേനല്ലേ പിടിക്കണ, നീ എന്തിനാ ഋഷിയുടെ അങ്ങോട്ട് തിരിഞ്ഞു നടക്കണേ? ജിൻഡോന്റെ ബാഗിൽ കൈയിട്ട നന്ദനയുടെ ഒരു കൈ ജിൻഡോ ഈ കൈ കൊണ്ട് പിടിച്ചു, മറ്റേ കൈ ഈ കൈ കൊണ്ട് പിടിച്ചു.
നന്ദന ബിഗ് ബോസ് എന്നെ കൈ പിടിച്ച് വെക്കുന്ന ബിഗ് ബോസ് ഇത് ഫൗളാണ് ബിഗ് ബോസ് ഔട്ടാക്ക് ബിഗ് ബോസ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു കൈ പിടിച്ചു വെക്കാൻ പാടില്ല. അപ്പൊ ജിൻഡോ ആ കൈ വിട്ടു. പക്ഷെ ഈ കൈ എവിടെയാ? ജിൻഡോന്റെ ബാഗിന്റെ ഉള്ളിലാ. ജിൻഡോ ആ കൈ ജിൻഡോ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്ദന തെർമോകോളിന്റെ പകുതി വലിച്ചെടുത്തുണ്ടോ. അപ്പൊ ജിൻഡോ എന്ത് ചെയ്തു? ബാഗും അങ്ങോട്ട് പിടിച്ചു. പക്ഷെ അതിന്റെ ഉള്ളിൽ കൈ ഉണ്ടായിരുന്നു. ഇതിപ്പോ എവിടെ നിന്ന് വന്ന്? ഈ സായി എന്തിനോടി ഒന്ന് ജിൻഡോനെ പിടിക്കണം? എനിക്ക് മനസ്സിലായില്ല. പെങ്ങളൂട്ടിനെ രക്ഷിക്കാൻ ഓടി വന്ന ആങ്ങള എന്റെ മോനെ. ഈ തമിഴ് സിനിമയിലായിരുന്നു ഇത്ര നാൾ ഈ പെങ്ങൾ പാസം ഉണ്ടായിരുന്നത്. കുറെ സിനിമ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇത് ബിഗ് ബോസിലും വന്നല്ലോടെ. എന്നാലും എന്റെ സായി നീ കാറിലിരുന്ന് പെങ്ങൾ പാസം എന്നൊക്കെ പറഞ്ഞ സിനിമേനെ കുറ്റം പറയാറുള്ളതാണല്ലോ. എന്തൊരു ക്രിഞ്ചടേ. നന്ദനെ പേടിച്ചിട്ടാ? ജിൻഡോ എന്തായാലും പേടിക്കും. അഭ്യാസം വിടുവല്ലേ ജിൻഡോ വീടലൊക്കെ ഞാൻ വിടും. പക്ഷെ നിന്റെ അഭ്യാസം എന്റെ അടുത്ത് വേണ്ട. അത് നീ നന്ദന പറയും കൈമ കയറി പിടിക്കേ. ജിൻഡോ നീ എന്തിനാ എന്റെ ബാഗിന്റെ ഉള്ളിൽ കൈയിടാൻ വന്നേ? എന്റെ ബാഗിന്റെ ഉള്ളിൽ ആര് കൈയിട്ടാലും ഞാൻ കയറി പിടിക്കും. നന്ദനയുടെ കണ്ണൊക്കെ തുറച്ചു ഞരമ്പൊക്കെ വലിക്കണേ. എന്താ നന്ദന എന്ത് പറ്റി? ഋഷിപ്പാവട അതിനെ സിജോ സായും കൂടി വളഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്ത് പുറത്താക്കി. അർജുൻ ചോദിക്കണ് എടാ സിജോ നീ എന്തിനാ ഋഷിനെ പിടിച്ച? നീ നന്ദനേനല്ലേ പിടിക്കണ്ടേ? എന്തിനാ ഋഷി ഇങ്ങനെ തിരിഞ്ഞോടിക്കൊണ്ടിരുന്നത്? അത് ഫൗൾ ഗെയിം അല്ലേ? ഏയ് ഞാൻ ഋഷിയുടെ ഡിഫെൻഡ് ചെയ്തതാ. തിരിഞ്ഞോടി ഡിഫെൻഡ് ചെയ്തതാ. ജിൻഡോടെ നന്ദനയായിട്ട് അടിയായിരുന്നു. ജിൻഡോ കണ്ടിട്ടില്ല. അപ്പൊ ജിൻഡോ ഋഷിയുടെ വലിച്ചെടുക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ശരിക്കും കാട്ടുതീയുടെ മനസ്സില് എടാ ഞാൻ എങ്ങനെയാടാ എന്റെ പെങ്ങളൂട്ടിയുടെ ബാഗിലൊക്കെ പിടിച്ച് വലിച്ച തെർമോകോൾ എടുക്കണേ? പെങ്ങളൂട്ടി എന്നോട് പിണങ്ങില്ലേ? എന്നോട് പിണങ്ങി അവള് ഫുഡ് കഴിക്കാണ്ടിരുന്ന ആരെ വിഷമിക്കാ? ഈ ആങ്ങളാ. ഞാൻ ഋഷിയുടെ ബാഗിനകത്തല്ല പിടിച്ചത്. എനിക്ക് പിന്നെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറക്കം വരോ? ഇല്ലല്ലോ. അതാ ഞാൻ പെങ്ങളൂട്ടിയുടെ പിടിക്കാണ്ട് ഋഷിയുടെ പിടിച്ചേ. ഋഷിയുടെ ബാഗിനകത്തുനിന്ന് മറ്റേ ബോൾസ് കളഞ്ഞിട്ട്. എന്നാലും ബോൾ കളയുമ്പോ എന്തിനാ ആള് തിരിഞ്ഞിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. സിജോ അത് കള്ളക്കളിയാട്ടാ. പെങ്ങളൂട്ടി പാവം. പക്ഷെ ജിൻഡപ്പാ ആദ്യം മറ്റേ കൈമ പിടിച്ചായിരുന്നു ചെറുതായിട്ട്. ഫിസിക്കൽ വയലൻസ് ഒരു കാരണവശാലും പാടില്ല. അങ്ങനെ ലാസ്റ്റ് റൗണ്ട് എത്തി. ജിൻഡോ, സായി, നന്ദന, സിജോ. ഇതിലാരെ ടാർഗറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. 3 പേരും കൂടി ജിൻഡോനെ പ്ലാൻ ചെയ്ത് പൊട്ടിച്ച്. ഒത്തുകളി നന്ദന ഗെയിം കളിക്കുന്നില്ലേ? ശ്രീതു പൊടി. സായി ജിൻഡോന്റെ എല്ലാം പിടിച്ച് പറിച്ച് പൊളിച്ച് കളഞ്ഞ്. അങ്ങനെ ജിൻഡോന്റെ ബാഗിലെല്ലാം പോയി. അതിപ്പോ സായി പൊട്ടിക്കടോ ഇവിടെ പൊട്ടിക്കുന്നെന്തോ പൊട്ടിക്ക് എന്റെ പൊട്ടിക്ക്. സായി എടാ പൊട്ടിക്കടാ പൊട്ടിക്ക് എന്റെ പൊട്ടിക്ക്. നിങ്ങള് ഉളുപ്പുണ്ടോ സായി? നിനക്ക് ഒരു അല്പം ഉളുപ്പ്, ഒരു ഇച്ചിരി. എടാ നിനക്ക് ഗെയിം കളിക്കാനില്ലെങ്കിൽ നീ എന്തിനാടാ അവിടെ കേറിപ്പോയെ? നല്ല വെള്ള ചമയാന്, നന്മ മരം കളിക്കാന്. കാറിലിരുന്ന് ഘോരം പ്രസംഗിക്കുന്നില്ല. സേഫ് ഗെയിം കളിക്കുന്നവർ ഇതാണ് ഒരു മത്സരത്തിന്റെ സ്പിരിറ്റ് കളയാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്നലത്തെ ടാസ്കിലും അതെ. ലാസ്റ്റ് ഒത്തു കളിച്ച് അഭിഷേകിന് കൊടുത്ത്. ഇവൻ എല്ലാവർക്കും പോയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഫസ്റ്റ് സിജോ, സെക്കൻഡ് സായി. അങ്ങനെ എന്തൊക്കെ ആയാലും ഒത്തു കളിച്ചിട്ടാണെങ്കിലും നമ്മുടെ കാട്ടുതീ സിജോക്ക് അക്കൗണ്ടിൽ ഒരു ഫസ്റ്റ് കിട്ടി. ഇത്രയും നാളെ ഏതൊരു മത്സരത്തില് ഒരു പോയിന്റ് കിട്ടിയത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ പൂജ്യമായിരുന്നു. ഒരു പോയിന്റോടെ നന്ദന സ്കോർ ബോർഡ് തുറന്നിരിക്കുന്നു. അങ്ങനെ പെങ്ങളൂട്ടിയും അക്കൗണ്ട് തുറന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് കടന്നിരുന്ന പെങ്ങളൂട്ടിയും ആങ്ങളൂട്ടിയും മുകളിലേക്ക് കയറി വന്നു.
അകത്ത് ജയിച്ചു, പുറത്ത് തോറ്റു. നാളെ വീട്ടിൽ പോവാ. ഓക്കെ ആയില്ലേ? ഓ നന്ദുട്ടി ഓക്കെ ആയില്ലേ? എന്തോ സ്നേഹം ആങ്ങളൊക്കെ. മത്സരം അവസാനിച്ചു. സത്യം പറഞ്ഞ് ഇവളെ ജയിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ കളിച്ചതാണല്ലേ, മനസ്സിലായി. എല്ലാവർക്കും പിരിഞ്ഞു പോകാം. ഒറ്റ ടാസ്ക് ജയിക്കാൻ വേണ്ടിട്ട് സായും സിജോവും പെങ്ങളൂട്ടിയും കൂടി എല്ലാവരും വെറുപ്പിച്ചിട്ടുണ്ട്. അടിപൊളി. ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഫുൾ ആയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ എന്നല്ലേ. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്തും ഓരോരുത്തരുടെ എക്സ്പ്ലനേഷൻ ആണ്. എന്റെ പൊടിക്കാൻ നോക്കിയ സാധനം നടക്കില്ല, ഒരിക്കലും ഓടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ജിൻഡോ ചേട്ടൻ ഋഷിനോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. എടാ ഞാൻ വിട്ടുകൊടുത്താടാ, ഞാൻ പിടിച്ചു വെച്ച് കളിച്ചതുപോലെയാ നിനക്ക് തോന്നിയേ? പിടിച്ചപ്പോ ഞാൻ നിന്ന് കൊടുത്തില്ലേ? ഞാൻ നിന്ന് കൊടുക്കാലോ, അത് കണ്ടില്ലേ? ഈ ജിൻഡോ വിചാരിച്ചാണ്ടല്ലോ ഒറ്റ ആള് തൊടില്ല മോനെ, ഞാൻ വിട്ടതാ. കൊടുത്തില്ലേ? എന്തിനാ കളയട്ടേന്ന് ഓർത്തിട്ടാ. അല്ലാണ്ട് ബിഗ് ബോസ് ഫിസിക്കലി കളിച്ചു കഴിഞ്ഞാൽ 0 പോയിന്റോടെ പുറത്തിരിക്കേണ്ട വരും എന്നുള്ളത് പേടിച്ചിട്ടല്ല. കളഞ്ഞു കുഴപ്പമില്ല. കെട്ടാൻ ടൈം തന്നില്ല. ലൈക് ജാസ്മിന് ബോധം വന്നു. അപ്പൊ അർജുൻ ജാസ്മിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്താ സംഭവിച്ചത്. ഓൾറെഡി ട്രിഗർ ചെയ്യും. എന്നെ ഇങ്ങനെ ചെയ്തോണ്ട് എനിക്ക് നല്ലത് വരും. എന്റെ പൊന്ന അർജുനെ, എടാ ശരിയാടാ, ആർക്കാണെങ്കിലും പൊളിയും. അത്രക്ക് ഇറിറ്റേഷൻ ആയിരുന്നു, ഞങ്ങൾക്ക് കണ്ടിട്ട് തന്നെ ഇറിറ്റേഷൻ. അപ്പോഴാണ് നിനക്ക് അങ്ങനെ വരാറില്ല ആക്ച്വലി. ഞാൻ അതിനാണ് എന്റെ ഒരു കുഴപ്പമില്ല, ഗെയിമിന്റെ ഇടയ്ക്കൽ ഇങ്ങനെ ഇടിക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അല്ലേ. വീണ്ടും വേണ്ട എന്ന് വെച്ചിട്ട് ഒരാളുടെ അപ്പൊ ജിൻഡ പറയണേ, ഈ പെങ്ങളൂട്ടി ആങ്ങളൂട്ടി എന്നൊക്കെ പറഞ്ഞ് നടന്നിട്ടുണ്ടല്ലോ, ആ ടാസ്കിൽ അങ്ങനെയാണെങ്കിൽ അവളെ ഫസ്റ്റ് അടുപ്പിക്കണ്ടേ? അതാണ് ഗെയിമിലെ വിജയം. ഇത് അവര് ഫസ്റ്റ് സെക്കൻഡ് കൊടുത്തിട്ട് അവൾക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ട്, ഇതാണോ ശരിക്കും പെങ്ങളൂട്ടി സ്നേഹം? അങ്ങനെ കൊടുത്തെങ്കിൽ ഞാൻ സമ്മതിച്ചാണ്. ഇതെന്ത് സ്നേഹം? സായി നമുക്ക് അവർക്ക് ഒരു പോയിന്റ് കൊടുക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു കിട്ടിയിട്ട് എന്തിനാ ഋഷി, ഞാൻ അവക്ക് കൊടുക്കുന്നത് ഇന്നലെയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് അവരിങ്ങനെ കളിച്ചത്. ജിന്റെ ചേട്ടൻ ഇത് ഹോൾഡ് ചെയ്തു, അതായത് ചാക്ക് ഹോൾഡ് ചെയ്തു. അപ്പൊ അർജുൻ പറയണേ, ജിൻഡോനെ എന്നെ ചെയ്തു പോലെ ട്രിഗർ ചെയ്തു. ജിൻഡോ പക്ഷെ അതിൽ വീഴാൻ പോയില്ല, ജിൻഡോ കൈമ കയറി പിടിച്ചു. കടിച്ചാ? അതെപ്പോ ഞാൻ കണ്ടില്ലല്ലോ. அவங்க 4 பேരായ ഉടനെ അറിഞ്ഞു കണ്ടിപ്പോ ജിൻഡോ ചേട്ടൻ പുറത്തു പോകും. ശ്രീതു പിടിച്ചു, ഞാൻ കണ്ടു. കയറി പിടിച്ചിട്ടുണ്ടാവും. സിജ കയറി പിടിച്ചാ വൃത്തിയുണ്ടാവും. കാരണം സിജോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുക. പിടിച്ചു, പക്ഷെ എനിക്ക് വെറുതെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിടിച്ചു കൊടുത്തു. ജിൻഡോ ഇങ്ങോട്ട് നോക്കിയേ, അർജുനെ നിനക്ക് കുറ്റബോധമാ? ഇങ്ങോട്ട് നോക്കിയേ. അയ്യളിയാ കരയില്ലടാ. ഓ, പെങ്ങളുട്ടിയുടെ സ്വന്തം രജിസ്റ്റേർഡ് ആങ്ങളുട്ടി വന്നു അർജുനെ ആശ്വസിപ്പിക്കാൻ. പൊന്ന് സിജോ, അവൻ കരയണത് പെങ്ങളുട്ടീനെ ഇടിച്ചാനല്ല, അവൻ അവന്റെ സപ്പോർട്ട് പുറത്ത് പോകുന്നു മേടിച്ച് കരയണതാ. തുറക്കൂ ഋഷി, തുറക്കൂ. ഓപ്പൺ സെസമി. തുറക്കൂ സീസേ. ഇതെങ്ങനെ പ്രവചിക്കണ്? നാളെ ആ ഫ്രണ്ടിലെ വാതിലും കൂടി അങ്ങോട്ട് തുറന്നു തരും. പെങ്ങളുട്ടീനെ ഇങ്ങനെ തന്നെ അങ്ങോട്ട് ഇറക്കി വിടാം. പറഞ്ഞാൽ അല്ല വെക്കും വെക്കും. അതെന്തുവാ കൈമാറിയ? ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. കാണില്ല, നീ ഒന്നും കാണില്ല. ഓ അന്ന മണി இந்த ടിങ് 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 സൗണ്ട് കിട്ടില്ല. മണി അഡ്ജസ്റ്റ്. നൈസ്. അത്ര നൈസ് ഒന്നും അല്ലത്. ഗിഫ്റ്റ്. ഗിഫ്റ്റാ? മൈക്കിന്റെ ഉള്ളിലൊക്കെ എടുത്ത് പറഞ്ഞു. താങ്ക് യു. വെൽക്കം. ഇത് മാറ്റ്. ഏറ്റവും കാഠിന്യമേറിയ 10ാമത്തെ ടാസ്കിന്റെ കത്താണിത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിഷേകിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇതാണ് 10ാമത്തെ ടാസ്കിന്റെ കത്ത്. ഓക്കെ, ഇതിവിടെ വെച്ച് വായിക്കരുത്, ഭയങ്കര സീരിയസ് ഗെയിമാണ്. എല്ലാവരും വിളിച്ചിരുത്തി ലിവിംഗ് ഏരിയയിൽ ഇരുന്ന് വായിക്കുക. ആദ്യമായി എത്തുന്ന വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കി അഭിഷേക്. അത് പൊട്ടിച്ച് വായിച്ചപ്പോ വേറൊന്നുമല്ല, അഭിഷേകിന് നേരെ ഫൈനലിലേക്ക് ടിക്കറ്റ് ഫിനാലയുടെ ഇത് വിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ടെന്നാണ്. അഭിഷേക് കൺഗ്രാറ്റുലേഷൻ. ഫസ്റ്റ് ടാസ്ക്. വേറൊന്നുമല്ല, നമ്മുടെ അർജുൻ ഈ കഴിഞ്ഞ കളി ജയിച്ചിരുന്നെങ്കിൽ 8 പോയിന്റ് നിലവിലുള്ള അർജുന് 3 പോയിന്റ് കൂടി ചേർത്ത് 11 പോയിന്റ് ആവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടാസ്ക് നടത്തണമായിരുന്നു. ഇത് അഭിഷേകിന് ഇപ്പൊ തന്നെ 13 പോയിന്റ് ഉണ്ട്. സെക്കൻഡ് നിൽക്കുന്ന അർജുനാണോ സായിക്കാണോ എന്നറിയില്ല, ഒരു 4 പോയിന്റ് വ്യത്യാസം എന്തായാലും ഉണ്ട്. അടുത്ത കളി സായിയും അല്ലെങ്കിൽ അർജുൻ ജയിച്ചാലും അവർക്ക് 11 ആവുള്ളൂ. അഭിഷേകിന് ഇപ്പൊ തന്നെ 13 ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 10ാമത്തെ ടാസ്ക് ഉപേക്ഷിച്ച് ഇങ്ങനെ കൊടുത്തത്. ഞങ്ങൾക്ക് വലിയ അസൂയൊന്നും ഇല്ല. ഈ ബോണസ് പോയിന്റ് കഷ്ടപ്പെട്ട് അടി ഉണ്ടാക്കി വാങ്ങിച്ചവരൊക്കെ എന്തടേ. ടാസ്ക് ഡൊമക്സ് ടിങ് ബ്ലോക്കർ ഗെയിം. ഇത് കഴിഞ്ഞില്ലടേ ഈ പ്രമോഷൻ. ഡൊമക്സി 3 ദിവസം വരെ ടോയ്ലറ്റ് ദുർഗന്ധം തടയുകയും. എടേ ഈ 3 ദിവസം നിക്കുള്ളൂ, എന്റെ സംശയം അതാ. മാറ്റമില്ല, നമ്മള് 1ാം സ്ഥാനം. സ്പോൺസേർഡ് ടാസ്ക് ആയിരുന്നു. അപ്പൊ നിലവിൽ നമ്മൾ മറ്റേ ഗെയിം കളിച്ച് ഫസ്റ്റ് വന്ന ടീമാണ് ടണല്.
ടണൽ ടീമിനോട് ബാക്കി 3 ടീമിൽ ഏത് ടീം മത്സരിക്കണം എന്ന് എല്ലാരും കൂടെ നോക്കണേ. തീരുമാനിക്കാനുള്ള ഗെയിം ആയിരുന്നു ആദ്യത്തെ ഗെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണൽ ടീം ഇവിടെ നിന്ന് പന്തെറിയും. അപ്പുറത്ത് നിന്ന് ബാക്കി 3 ടീമിൽ നിന്ന് ഓരോരുത്തർ നിന്ന് ഇങ്ങനെ മറ്റേ കയ്യിൽ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഇങ്ങനെ പന്ത് ക്യാച്ച് ചെയ്ത് സെലക്ടഡ് ആവണം. ഏറ്റവും കൂടുതൽ പന്ത് കിട്ടുന്നവർ സെക്കൻഡ് റൗണ്ടിൽ. സെക്കൻഡ് റൗണ്ടില് 2 ടീമാണ്. ഒരെണ്ണം നാറ്റന്മാനും മറ്റേത് ഡൊമക്സിന്റെ ആൾക്കാരും. അപ്പൊ നാറ്റന്മാൻ ബലൂൺ ഒട്ടിക്കാൻ വരുമ്പോ ഇവര് ബലൂൺ എറിഞ്ഞ് ഇവരെ കൊല്ലണം. ഞാൻ ശ്രദ്ധിച്ചോളാം. അങ്ങനെ ബലൂൺ ഇവരുടെ മേത്ത് കൊണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഓരോ കൊടി കുത്തി വെക്കാം. വെറുതെ ഒരു ആവശ്യമില്ലാത്തൊരു ഗെയിമാ. അതിപ്പോഴത്തെ ടണൽ ടീം കളിച്ചു. അർജുൻ ഒരു പന്ത് കൊണ്ട് വെച്ചു. ബാക്കിയൊക്കെ എറിഞ്ഞത് കൊണ്ടു. ഋഷിയുടെ ടീം കളിച്ചപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും എറിഞ്ഞങ്ങോട്ട് ഇട്ട്. നല്ല എറിയിട്ടില്ല അത്. അങ്ങനെ ആ മത്സരത്തിൽ ഡൊമക്സിന്റെ ടാസ്കിൽ പോട്ടെ. അങ്ങനെ ആ ടാസ്കില് 6 കോടി നാട്ടി ടണൽ ടീം എന്നെ പിന്നെയും ജയിച്ച്. എന്താണ് ഒരു ഉഷാറില്ലാതെ? ജിൻഡോ എന്തൊരു ഉഷാറില്ലാത്ത? നല്ല ഉഷാറായി ഞാനിപ്പോ. ഉഷാറുണ്ട് ബിഗ് ബോസേ, നല്ല ഉഷാറുണ്ട്. മുൻപിൽ ഇരിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാൻ കണ്ടായിരുന്നു കണ്ണട. വേറെ ഒന്നുമില്ല, ജിൻഡോക്ക് ലാലേട്ടൻ പറഞ്ഞ കണ്ണട കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ജിൻഡോ അതിർത്ത് ഇങ്ങനെ വെച്ചു. ഇപ്പൊ ബിഗ് ബോസ് നല്ലതാണ്. ജിൻഡോ നല്ലതാണ് ബിഗ് ബോസേ. കൊള്ളാം. നല്ലതാണോ? ഇതെന്റെ കണ്ണട അല്ലല്ലോ. പവർ തന്നെ മനോഹരമായിട്ടുണ്ട്. എന്റെ കണ്ണാട അല്ലല്ലോ. ബിഗ് ബോസിന്റെ കണ്ണട എടുത്തോണ്ട് തന്നോ? ഇത് പുതിയതാണ്. ഇത് ആ പവർ എങ്ങനെ മനസ്സിലാക്കി? അവിടേക്ക് വിളിച്ചു വെച്ചോ? ഹാപ്പി, താങ്ക് യു. സന്തോഷത്തിന്റെ ചിരി കാണുന്നില്ലല്ലോ. ബിഗ് ബോസ് ചോദിച്ചു, എന്താ ജിൻഡോ കണ്ണട കിട്ടിയിട്ട് ഒരു സന്തോഷമില്ലല്ലോ, മുഖത്തൊരു ചിരിയൊന്നും ഇല്ലല്ലോ? സന്തോഷമുണ്ട്. ലെറ്റർ അവിടെ വെച്ചോളൂ. ജിൻഡോ നല്ല സന്തോഷമുണ്ട്. ഈ കണ്ണടയും വെച്ചുകൊണ്ട് വീടിനകത്തേക്ക് പോകൂ. ബിഗ് ബോസ് പറഞ്ഞു, ഈ കണ്ണട വെച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് പോവുക. എനിക്ക് കണ്ണട തന്നെടാ. ലാലേട്ടൻ പറഞ്ഞിട്ട് തന്നെന്ന് പറഞ്ഞേ. ഒരു ലെറ്ററൊക്കെ വായിപ്പിച്ചു എന്നെ കൊണ്ട്. ലാലേട്ടൻ പറഞ്ഞിട്ട് തന്നാന്ന്. ഇപ്പൊ കാണുന്നുണ്ടോ? ഭയങ്കര രസമുണ്ട്. നോറ, ഇപ്പൊ ഇത്ര നാള് നിങ്ങക്ക് കണ്ണ് കാണില്ലായിരുന്നാ? അപ്പൊ ഇത്ര ദിവസങ്ങളൊന്നും കണ്ടില്ല? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. ജിൻഡോ, ഇല്ല നോറേനൊക്കെ എനിക്ക് എപ്പോഴും ഒന്ന് തെളിച്ച് കാണുന്നേ. ഇപ്പൊ നോറേനൊക്കെ ശരിക്കും കാണുന്നപ്പോഴാ. പിന്നെ ജിൻഡോ എല്ലാരെയും നടന്ന് കണ്ണട കാണിച്ചപ്പോ ഇന്നത്തെ എപ്പിസോഡ് അവിടെ കഴിഞ്ഞു. ലാലേട്ടൻ പറഞ്ഞു ലെറ്റർ തന്നു. അപ്പൊ അടുത്തൊരു എപ്പിസോഡുമായിട്ട്, ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡായിട്ട് നമുക്ക് നാളെ കാണാം. 84ന്റെ റിയാക്ഷനുമായിട്ട്. അതുവരെ അത്രയും റിസ്ക് എടുത്ത് എനിക്ക് തന്നതിന് വളരെ ഉപകാരം.